എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DMLT, അതുപോലെ തന്നെയുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു DPharm കോഴ്സുമായി ബന്ധപ്പെട്ട് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുതിയ അപ്ഡേറ്റ് ഒന്നും നിലവിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു DPharm കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഇനിയുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു DPharm അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ, അതായത് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈലിലെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല എങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റഡ് ആണ് എങ്കിൽ, അതായത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അവിടെ റിമാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് റിമാർക്സ് എന്നുള്ളത് നിൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണ് കാണുന്നതെങ്കിൽ, അതായത് ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടേത് ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണ് കാണിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേജിൽ തന്നെ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. റിമാർക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടും റിമാർക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് എന്ത് ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കുക. അത് നോക്കിയ ശേഷം പിന്നീട് നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാകും. അപ്പോൾ ആ ഒരു സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. റിജക്റ്റഡ് പ്രൊവിഷണലി എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അവിടെ റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. റിമാർക്സിൽ ചിലപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ടൈപ്പ്, അതായത് ഗവൺമെൻറ്റിൻ്റെ രണ്ട് തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്നാമത്തേത് ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജോബ് പർപ്പസ് ഉണ്ട്, അതുപോലെ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്, അതുപോലെ സെൻട്രൽ ജോബ് പർപ്പസ് ഉണ്ട്. ഇതിങ്ങനെ വിവിധ തരത്തിൽ അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് റിമാർക്സിൽ കൃത്യമായിട്ട് ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ബർത്ത് പ്ലേസ് കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് അപ്ലോഡ് ചെയ്യാത്ത കാരണമൊക്കെ വിദ്യാർത്ഥികൾക്ക് റിമാർക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും റിമാർക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക, വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണോ നോട്ട് കംപ്ലീറ്റഡ് ആണോ നോക്കുക. നോട്ട് കംപ്ലീറ്റഡ് അല്ല ആണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരു ആക്സെപ്റ്റഡ് പ്രൊവിഷണലി അല്ലെങ്കിൽ റിജക്റ്റഡ് പ്രൊവിഷണലി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റിമാർക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തേത് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ആക്സെപ്റ്റഡ് ഡാറ്റ വന്ന ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ ആക്സെപ്റ്റഡ് ഡാറ്റ വന്ന ശേഷം പ്രൊഫൈലിൽ അല്ലെങ്കിൽ അതിനു മുമ്പോ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും റിമാർക്സോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാം. റിമാർക്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു റിമാർക്സ് പരിഹരിച്ച ശേഷം പിന്നീട് വീണ്ടും ആക്സെപ്റ്റഡ് ഡാറ്റ വരും. ഈ ഒരു റിമാർക്സ് പരിഹരിച്ച ശേഷം ആക്സെപ്റ്റഡ് ഡാറ്റ വീണ്ടും വരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് lbs.tvp@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് പരാതികൾ അറിയിക്കാനായിട്ട് പറ്റും. അതിനുശേഷം പിന്നീടാണ് നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് വന്ന ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ, ഇൻഡെക്സ് മാർക്ക് കൂട്ടിയതോ അല്ലെങ്കിൽ കൂട്ടിയത് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഇൻഡെക്സ് മാർക്ക് വന്ന ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ച ശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ആ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഏകദേശം ഒരു ഓണം ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇതിൻ്റെ ആ ഒരു ബാക്കിയുള്ള നടപടികൾ വരാനായിട്ട്, അതായത് പിന്നീടുള്ള ആക്സെപ്റ്റഡ് ഡാറ്റയും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഓണാവധിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഏകദേശം ഓണം കഴിഞ്ഞ ശേഷമായിരിക്കും വരാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ്. നിലവിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.